നടൻ സ്വയം പാടിച്ചാടി ചവിട്ടിക്കളിക്കുന്ന പരമ്പരാഗത ചവിട്ട് നാടകത്തിന്റെ തനിമ നിലനിർത്തുവാനുള്ള തീവ്ര ശ്രമവുമായി ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വിനയപൂർവ്വം അണിനിരക്കുകയാണ്. നിങ്ങളേവർക്കും കൊച്ചിൻ ചവിട്ടുനാടക കളരിയുടെ അഭിവാദ്യങ്ങൾ. ഗോതുരുത്ത് ചരിത്രവും ഭാവനയും ഒന്നിച്ച ചവിട്ടുനാടകം എന്ന കലയെ മൺമറഞ്ഞു പോകാതെ കാക്കുന്ന ഒരു ജനതയുടെ ദ്വീപ്. കോട്ടപ്പുറം കോട്ടയ്ക്കരികിലെ സ്ഥാനം മാനിച്ചും പാലിയത്തച്ഛൻ തന്റെ ഗോക്കളെ മേയ്ക്കാൻ വിട്ടിരുന്ന ദ്വീപ് എന്ന നിലയ്ക്കുമാണ് ഗോതുരുത്ത് എന്ന പേര് ഉദ്ഭവിച്ചിരിക്കുന്നത്. രണ്ട് കൈവഴിയായിട്ട് തിരിഞ്ഞിട്ട് ഒരു വടക്കേ കൈവഴി കൊടുങ്ങല്ലൂർ വന്ന് കായലിൽ കൊടുത്തു, തെക്കേ കൈവഴി കൊച്ചിയിൽ കായലിൽ കൊടുത്തു. ഇത് നമ്മളുടെ നീളത്തിലുള്ള 25 കിലോമീറ്ററാണ്. ഈ 25 കിലോമീറ്ററിന് അറ്റത്താണ് ഈ വൈപ്പിൻ ദ്വീപ്. വൈപ്പിൻ ദ്വീപ് ഉണ്ടാകുന്നത് അതിന്റെ കിഴക്ക് വശത്ത് പെരിയാറിൽ ധാരാളം ഡെൽറ്റകൾ ഉണ്ടാകും. അങ്ങനെ ഉണ്ടായ ഒരു ദ്വീപാണ് ഗോതുരുത്ത്. ഇന്ത്യ സമയത്ത് പോർച്ചുഗീസ് ഡച്ചുകാർ ചെലുത്തിയ സ്വാധീനം തുരുത്തിന് ഇപ്പോഴുമുണ്ട്. ഇക്കാണുന്ന കൈവഴിക്കക്കരെ ഇടിഞ്ഞു കിടക്കുന്ന കോട്ടപ്പുറം കോട്ട അതിന്റെ സാക്ഷ്യമാണ്. അങ്ങനെ 662 ഈ കോട്ടപ്പുറം കോട്ട ഡച്ചുകാരുകൊണ്ട് ആക്രമിച്ച് കിടന്നു. ഈ നിങ്ങളുടെ കണ്ട പുഴയിൽ മുഴുവൻ ശവമൊഴി കിടക്കിരുന്നതാണ്. ആളുകളൊക്കെ തന്നെ ധാരാളം ശവങ്ങളും യൂറോപ്യൻസിന് ഇന്ത്യൻ ആളുകളുടെയൊക്കെ കേരളീയരുടെ ധാരാളം ശവമൊഴി കിടക്കുന്നതിനെ കുറിച്ചുള്ള രേഖകൾ ഉണ്ടാക്കുന്നുണ്ട്. ഗോതുരുത്തിലെ ഭക്ഷ്യ സംസ്കാരത്തിലും കാണാം പോർച്ചുഗീസ് സ്വാധീനം. മത്സ്യങ്ങളുടെ ഉപയോഗവും സാർഡൈൻ അഥവാ ചാളയുടെ അതിപ്രസരവും പോർച്ചുഗീസുകാർ തുടങ്ങി വെച്ചതാണ്. പാലിയം കോവിലകം കൊച്ചി രാജാക്കന്മാരുടെ പ്രധാനമന്ത്രിയും ഗോതുരുത്തിലെ പ്രധാന ജന്മിയുമായിരുന്ന പാലിയത്തച്ഛന്റെ വസതി. ഇൻഡോ ഡച്ച് വാസ്തുകലയാൽ സമ്പന്നമായ ഈ കോവിലകം കേരളത്തിലെ ഒരു പ്രധാന പൈതൃക സ്മാരകമാണ്. 175 വർഷങ്ങൾക്ക് മുന്നേ നിർമ്മിച്ച ഏറ്റവും വലിയ സിനഗോഗാണ് ഗോതുരുത്തിനടുത്തുള്ളത്. കടും നിറത്തിലെ ചെക്കേർഡ് പാറ്റേണിലുള്ള മേൽക്കൂരയും കല്ലിൽ കൊത്തിയ ബാലസ്റ്ററുകളുമുള്ള പരമ്പരാഗതയേറിയ വാസ്തുവിദ്യയാണ് ഈ സിനഗോഗിനുള്ളത്. മതവൈവിധ്യമെന്ന അനുഗ്രഹത്തിന്റെ മറ്റൊരു നിർമ്മിതിയാണ് ഗോതുരുത്തിലെ സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയും ഹോളിക്രോസ് പള്ളിയും. ഹോളിക്രോസ് പള്ളിയുടെ അൽത്താരയിൽ നിന്നാൽ നദിക്ക് കുറുകെയുള്ള മൂത്തകുന്നം ശ്രീനാരായണ ഗുരുക്ഷേത്രവും അവിടുത്തെ കാഴ്ചകളും കാണാം. പള്ളിമുറ്റത്ത് തലയെടുത്ത് നിൽക്കുന്ന ഈ പ്രതിമ ചവിട്ടുനാടകത്തിന്റെ സ്ഥാപകനായി വാഴ്ത്തപ്പെടുന്ന ചിന്നത്തമ്പി അണ്ണാവിയുടേതാണ്. ആ കലയോടുള്ള സ്വദേശികളുടെ ആദരവാണ് ഈ പ്രതിമയിൽ കൊത്തിവെച്ചിരിക്കുന്നത്. പള്ളിക്ക് സമീപമുള്ള ഈ കാഴ്ച ചവിട്ടുനാടകമെന്ന ആഘോഷത്തിലേക്കുള്ള രംഗപ്രവേശനത്തിന്റെ പുറപ്പാടാണ്. അഭിനയവും പാട്ടും കളരിച്ചുവടുകളും ഒത്തുചേരുന്ന പോർച്ചുഗീസ് ഭരണകാലത്ത് ആരംഭിച്ച കലാരൂപമാണ് ചവിട്ടുനാടകം. ഗോതുരുത്തിൽ നിന്നും ഫോർട്ട് കൊച്ചിയിൽ നിന്നുമാണ് കേരളത്തിലേക്ക് ചവിട്ടുനാടകം പടർന്നു പന്തലിച്ചത്. 16ാം നൂറ്റാണ്ടിലാണ് ഇവിടെ ഉണ്ടാവുന്നത്. 16ാം നൂറ്റാണ്ട് 2ാം പതിപ്പിലാണ് ഉണ്ടായിരുന്നത്. കൃത്യമായിട്ട് ഉണ്ടായിരുന്നു. ആദ്യം ഉണ്ടായ ചവിട്ടാണ് കാറൽസ്മാൻ ചവിട്ടാണ്. വർണ്ണാഭമായ വസ്ത്രങ്ങളും കിരീടവും ചെങ്കോലും ആഭരണങ്ങളും നിറഞ്ഞ വേഷവിധാനമാണ് മുഖ്യം. കാറൽസ്മാന് ശേഷം പ്രസിദ്ധമായ ജൂലിയസ് സീസർ അരങ്ങത്ത് അവതരിപ്പിക്കാൻ നിൽക്കുകയാണ് ഈ കലാകാരന്മാർ. അണ്ണാവി അഥവാ ആശാന്റെ രചനയ്ക്ക് ചുവടുവെക്കുന്നതിന്റെ ആവേശത്തിലാണ് ഇവർ. കണ്ടിടട്ടെ സുപ്രഭാതം. ജനങ്ങൾ ഒരുപോലെ ഇഷ്ടപ്പെടുന്നവരാണ് സീസറും ബ്രൂട്ടസും. ബ്രൂട്ടസ് നമ്മുടെ പക്ഷത്തായാൽ
ഇന്നത്തെ അത്താഴം എന്റെ കൂടെ ആവുന്ന എനിക്ക് തോന്നുന്നു. ഇന്ന് എനിക്ക് മറ്റൊരു ക്ഷണങ്ങളുണ്ട്. വരട്ടെ ബ്രൂട്ടസ്. ഒരുങ്ങി വന്നു എൻ പ്രാണൻ വീഴുന്നു ഞാൻ നിന്റെ മുന്നിൽ റോമിനായി ജൂലിയൻ സ്വാതന്ത്ര്യം നാടകത്തിന് താളം നൽകി ചുവടുകൾക്ക് ഉറപ്പു നൽകുന്ന വാദ്യക്കാർക്കും നൽകണം ഒരു കയ്യടി. ചവിട്ടുനാടക വിദഗ്ധനായ ജോർജ് കുട്ടി ആശാന്റെയും സ്ത്രീ പ്രവേശനത്തിന് വഴിയൊരുക്കിയ സെബീന ടീച്ചറുടെയും ഓർമ്മയ്ക്കായി വർഷം തോറും ചുവടി ഫെസ്റ്റ് എന്ന ഉത്സവം നടത്തുന്ന ഗോത്തുരുത്തുകാരും അർഹിക്കുന്നു അഭിനന്ദനം. ചവിട്ടുനാടകത്തിന് ശേഷം ഗോത്തുരുത്തുകാർ ഹരം കൊള്ളുന്നത് തങ്ങളുടെ വള്ളംകളി സംസ്കാരത്തിലാണ്. വെള്ളത്താൽ ചുറ്റപ്പെട്ട ഗോത്തുരുത്തുകാർക്ക് വള്ളം ഒരു അവിഭാജ്യ ഘടകമാണ്. പണ്ട് കൊള്ളക്കാർ കൃത്യം ചെയ്ത ശേഷം വേഗത്തിൽ സഞ്ചരിക്കാനും പാലിയത്തച്ഛൻ കൗൺസിൽ അംഗം മെക്കോളയ്ക്കെതിരെ തന്ത്രങ്ങൾ മെനയാനായി കൊച്ചിയിൽ സഞ്ചരിക്കാനും ഈ വള്ളങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇവിടെ ഈ ഭാഗത്ത് വടക്കോട്ടുള്ള ഭാഗങ്ങളിൽ ഉപയോഗിക്കുന്ന വള്ളങ്ങൾക്ക് ഉപയോഗിക്കുന്ന വള്ളങ്ങളെ പറഞ്ഞ് ഇരുട്ടൂറ്റി എന്ന് പറയും. ഇരുട്ടൂറ്റി വള്ളങ്ങൾ പറഞ്ഞു. ഇരുട്ടൂറ്റിനെ തന്നെ വളഞ്ഞ തലകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓടി വള്ളങ്ങൾ എന്നല്ല പറഞ്ഞു. വളഞ്ഞ വള്ളങ്ങളില്ല, ഓടി വള്ളങ്ങൾ. 1938 ആരംഭിച്ച ഗോത്തുരുത്ത് ബോട്ട് റേസ് അഥവാ GBR വള്ളംകളി ഗോത്തുരുത്തുകാരുടെ നെഹ്റു ട്രോഫി എന്നാണ് അറിയപ്പെടുന്നത്. സാധാരണക്കാരായ നാട്ടുകാർ കൂടിച്ചേർന്ന് പണം സംഭരിച്ചാണ് ഗോത്തുരുത്തിന്റെ സ്വന്തം ഇരുട്ടുകൊത്തി വള്ളങ്ങൾ നിർമ്മിക്കുന്നത്. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ചാമ്പ്യന്മാരും ഗോത്തുരുത്തുകാർ തന്നെ. നെഹ്റു ട്രോഫിയിലാണ് ആദ്യമായിട്ട് ഫസ്റ്റ് വലി. നെഹ്റു ട്രോഫി വള്ളത്തിലാണ് മത്സരിച്ചത്. നാടിന്റെ പേരിലുള്ളൊരു വഞ്ചിയിലാണ് ഞങ്ങളുടെ മത്സരം. ഗോതുരുത്തുന്നാണ് ഞങ്ങളുടെ വഞ്ചിയുടെ പേര്. അത് 25 പേര് കയറുന്നതാണ്. മധ്യകാലത്തിലെ നെഹ്റു ട്രോഫി എന്നാണ് ഈ GBR വള്ളംകളിയിൽ അറിയപ്പെടുന്നത്. GBR വള്ളംകളി ഏകദേശം 550 മീറ്റർ നീളമുള്ള ട്രാക്കാണ്. അപ്പൊ അതിൽ രാത്രിയൊക്കെ വന്നിട്ട്, രാത്രിയായിരിക്കും എല്ലാവരും ട്രെയിൽ ചെയ്യുന്നത്. ജൂലൈ കഴിഞ്ഞ് വന്നിട്ട് രാത്രി ഒരു 7 മണിയൊക്കെ 7:30 ആ സമയത്ത് എല്ലാവരും വരും. പഠിക്കുന്ന പിള്ളേരുണ്ട്, ജോലിക്ക് പോകുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അവരെല്ലാവരും വന്നിട്ട് ഒരു 7:30 വരും. വന്ന് എല്ലാവരും വള്ളത്തിൽ കയറി പാട്ടൊക്കെ പാടി ട്രെയിലൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് റെസ്റ്റൊക്കെ ചെയ്ത്. ഗോത്തുരുത്ത് LP സ്കൂളിലെ വിദ്യാർത്ഥികൾ അരങ്ങിനായി ഒരുങ്ങുന്ന കാഴ്ചയാണിത്. ചവിട്ടുനാടകവും വള്ളംകളിയും രക്തത്തിൽ ചേർന്ന മനുഷ്യരുടെ നാടാണ് ഗോത്തുരുത്ത്. അവിടെ ചവിട്ടുനാടകം നെഞ്ചിലേറ്റിയ കുറെ മനുഷ്യരുണ്ട്. അവരുടെ പൈതൃകത്തിന്റെ വാഹകരാണ് ഈ കുട്ടികൾ.
തന്നെ